ഇപ്പോൾ ഈ പോലീസ് ഈ ഹരികുമാറിന്റെ മൊഴികളിൽ ഒന്നുകൂടി വ്യക്തത വരുത്താനുള്ള നീക്കത്തിൽ കൂടിയാണ്. കാരണം പല കാര്യങ്ങളും പരസ്പര വിരുദ്ധമായ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്. ഇയാളാണ് പ്രതിയെന്ന് പോലീസ് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടി വ്യക്തത വരുത്തി അത് കൂടുതൽ ഉറപ്പിക്കേണ്ടതുണ്ട് പോലീസിന്. കാരണം കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണം. ഒരിക്കൽ കൂടി സുലേഖ ചേരുകയാണ്. സുലേഖ, പോലീസ് ഒരിക്കൽ കൂടി ഈ ഹരികുമാറിന്റെ, കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറിന്റെ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ്. മനു, അത് തന്നെയാണ്. ഈ ഹരികുമാറിന്റെ മൊഴികളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഈ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ഹരികുമാർ ഒരു കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ വീണ്ടും ഒരു വ്യക്തത വരുത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത് പോലീസ്. ഒരു നിമിഷം വിജിൻ കൂടി ചേരുന്നുണ്ട്. സുലേഖ, ഒരൊറ്റ മിനിറ്റ് സുലേഖയിലേക്ക് തിരികെ വരാം. വിജിൻ കൂടി ചേരുകയാണ്. വിജിൻ, ഈ ഹരികുമാറിന്റെ മൊഴികളിൽ ഒന്നുകൂടി വ്യക്തത വരുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് പോലീസ് പോകുന്നതിന്റെ കാരണം? ഇപ്പോഴും പല മൊഴികളിലും വൈരുദ്ധ്യം നിൽക്കുക തന്നെയാണോ? ചോദ്യം ചെയ്യലിലാണ് ഹരികുമാർ കുറ്റം സമ്മതിച്ചത്. പക്ഷേ നേരത്തെ ഈ അമ്മ ശ്രീതുവും അതുപോലെ തന്നെ അമ്മൂമ്മയും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അത് എന്താണ് എന്ന പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ഒറ്റയടിക്ക് ഈ പ്രതി ഹരികുമാർ കുറ്റം സമ്മതിക്കുകയാണ്. താനാണ് ഈ എടുത്തെറിഞ്ഞത്, കുറ്റസമ്മതമാണ് നടത്തിയത്. കൂടുതൽ എന്തിനു എന്നുള്ള കാരണം ഉൾപ്പെടെ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇയാൾക്ക് സഹായം മറ്റും കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്. അതായത് ഈ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ മറ്റോ ഈ കാര്യത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്താനാണ് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പ്രാഥമിക നിഗമനം പോലീസ് എടുത്തിരിക്കുന്നത്, പോലീസ് എത്തി നിൽക്കുന്നത് ഈ ഹരികുമാർ കൊലപാതകം നടത്തി അമ്മ ശ്രീധുവിന്റെ സഹായം ലഭിച്ചു എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് ഉറപ്പിക്കുന്നതിനുള്ള നീക്കമാണോ കൂടുതൽ വ്യക്തത ഈ മൊഴികളിൽ വരുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? മനു, എന്തായാലും ഇപ്പോൾ അത് പൂർണ്ണമായും പോലീസിൻ്റെ ഔദ്യോഗിക വിശദീകരണം വരാതെ, ഒരു സ്ഥിരീകരണം വരാതെ അങ്ങനെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഈ വീട്ടിനകത്ത് തന്നെയാണ് പ്രതികൾ ഉള്ളത് എന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ സഹോദരൻ ചില ആളുകളുമായി അങ്ങനെ അടുത്ത് ഇടപഴകുന്ന ആളല്ല എന്നാണ് നാട്ടുകാർ ഒക്കെ പറഞ്ഞത്. ഈ തലയൊക്കെ കുനിച്ച് ആണ് നടന്നു പോകുന്നത്, അങ്ങനെ കൂടുതൽ സംസാരമൊന്നും ഉണ്ടാകാറില്ല എന്നാണ് സഹോദരനെ പറ്റി നേരത്തെയൊക്കെ നാട്ടുകാർ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഇയാൾക്ക് മറ്റ് സഹായം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് അങ്ങനെ എന്തെങ്കിലും മറ്റൊരു മോട്ടീവിൻ്റെ ഭാഗമായി ഈ കുഞ്ഞിനെ എടുത്ത് കിണറിലിട്ടതാണോ എന്ന കാര്യത്തിലാണ് സ്ഥിരീകരണം വേണ്ടത്. ഒറ്റയടിക്ക് താനാണ് ചെയ്തത് എന്ന് രണ്ടാംഘട്ട ചോദ്യം ചെയ്യലിൽ ഈ പ്രതി കുറ്റസമ്മതം നടത്തുകയാണ് ചെയ്തത്. പക്ഷേ അതിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തണം. മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ഉണ്ടോ എന്ന് കണ്ടെത്തണം. സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയെ എടുത്ത് കിണറ്റിട്ട് കൊല്ലുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതി സ്വീകരിച്ചത് എന്തിനാണ് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ മറ്റോ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവരെ ഒരുമിച്ചെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അമ്മൂമ്മ നൽകിയ മൊഴിയും അമ്മ നൽകിയ മൊഴിയിലും അച്ഛനടുത്ത് കുട്ടിയെ കിടത്തിയെന്നായിരുന്നു അമ്മ ആദ്യം മൊഴി നൽകിയത്. അതിനുശേഷം അച്ഛൻ പറഞ്ഞത് അമ്മാവൻ്റെ അടുത്തായിരുന്നു കുട്ടി കിടന്നിരുന്നതെന്നാണ്. അതിനുശേഷം അമ്മൂമ്മയുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഇവരുടെ 3 പേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ആ വൈരുദ്ധ്യങ്ങളാണ് പോലീസിനെ ആദ്യഘട്ടത്തിൽ കുഴപ്പത്തിലാക്കിയത്. പക്ഷേ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലാണ് ഈ ആൾ താനാണ് കുട്ടിയെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടത് എന്ന് സമ്മതിച്ചത്. അത് സ്ഥിരീകരിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഫോറൻസിക് വിദഗ്ധർ നൽകിയ സൂചനകളും അതുതന്നെയായിരുന്നു. കുട്ടിയുടെ ദേഹത്ത് മറ്റ് മുറിപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഫോറൻസിക് പരിശോധനയിൽ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുങ്ങിത്തന്നെയായിരുന്നു മരണമെന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ കുട്ടിയെ ഈ 2 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സമയത്ത് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടു എന്ന അമ്മൂമ്മയുടെ മൊഴി വിശ്വസിക്കാമെങ്കിൽ ആ കരച്ചിൽ കേട്ട സമയത്ത് ഇയാൾ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ ഇട്ടതാകാം എന്നുള്ളതാണ് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്നത്. അതിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണമുണ്ടോ, സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെയുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന കാര്യം ഒക്കെ വ്യക്തമാകേണ്ടതുണ്ട്. അതിനാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മൂമ്മയെയും അമ്മയെയും അതുപോലെ തന്നെ പ്രതി ഹരികുമാറിനെയും ഒരുമിച്ചിരുത്തിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. വീണ്ടും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായാൽ അത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും വേണ്ടിവരും. അത് കാരണം ഇത്തരത്തിൽ ഉള്ള കാരണം എന്താണ് എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഉള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതി ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയത് ഒരുപക്ഷെ മറ്റാരെങ്കിലും രക്ഷിക്കാനാണോ എന്ന കാര്യം ഒക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒറ്റയടിക്കൊരു പോലീസിന് ഇയാളാണ് പ്രതി. ഇപ്പോൾ ഈ കുറ്റസമ്മതം, ഈ കൺഫെഷന്റെ ഉദ്ദേശം എന്തായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുകയാണ്. കാരണം തുടക്കത്തിൽ
ഇയാൾ പോലീസിനോട് വളരെ നിസ്സഹകരിക്കുന്ന സമീപനമാണല്ലോ സ്വീകരിച്ചത്. വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടുപിടിക്കൂ എന്നൊക്കെ പോലീസിനോട് പറഞ്ഞു എന്നതൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതാണല്ലോ. പക്ഷേ വേഗത്തിൽ സ്റ്റാൻഡ് മാറ്റി ഞാനാണ് കൊല ചെയ്തത് എന്നതിലേക്ക് ഹരികുമാർ എത്തുകയാണ്, ആ മൊഴിയിലേക്ക് ഹരികുമാർ വരികയാണ്. അപ്പോൾ പോലീസ് അത് കണക്കിലെടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും മോട്ടീവ് ആ മൊഴിമാറ്റത്തിന് പിന്നിലുണ്ടോ? ഈ സാമ്പത്തിക പ്രശ്നം മാത്രമാണോ ഇതിൻ്റെ യഥാർത്ഥ കാരണം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുകയാണ് അല്ലേ? തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ആ സ്റ്റേഷനിൽ കാണുന്നത്. വിജിൻ ഒരു മിനിറ്റ്. ഇതാ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പോലീസുകാർ അതേ ഉദ്യോഗസ്ഥർ മറഞ്ഞുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാതെ. ഹരികുമാർ ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ തത്സമയം കാണാൻ കഴിയുന്നു. ബാലരാമപുരം സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇരിക്കുന്നതാണ് ഇപ്പോൾ പ്രതിയായ കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദൂര ദൃശ്യമാണ്, കാരണം നമുക്ക് അകത്തേക്ക് കയറി എടുക്കാൻ അനുവാദമില്ല. പുറത്തുനിന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകുകയാണ്. ഹരികുമാറിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അയാൾ നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത തേടുകയാണ് പോലീസ്. വിജിൻ, തുടരാം. മനു, എന്തായാലും നാട്ടുകാരെ വിളിച്ചു വരുത്തിയ ശേഷം, ഇങ്ങനെ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം ഈ കുട്ടിയെ പോലീസ് എത്തി പരിശോധന നടത്തുമ്പോൾ കിണറ്റിൻ്റെ ഒരു മൂടിയിരിക്കുന്ന ഭാഗം മാറി ഇത് കണ്ടാണ് ഡിവൈഎസ്പിക്ക് സംശയം തോന്നുകയും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയും അവർ നടത്തിയ പരിശോധനയിലാണ് കുട്ടി കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. ഇതിനുശേഷം ഇവരെ 4 പേരെയും, അതായത് വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളെ കൂട്ടി പോലീസ് പുറത്തേക്ക് വരുമ്പോൾ നാട്ടുകാർ അവരുടെ മുഖഭാവത്തിൽ കണ്ടത് ഈ അച്ഛൻ്റെ മുഖത്ത് മാത്രമാണ് കുട്ടി മരിച്ചതിലുള്ള വിഷമം ഉണ്ടായിരുന്നത്. കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ പുറത്തേക്ക് വന്നത്. പക്ഷേ അമ്മയുടെയും സഹോദരൻ്റെയും ഈ മുത്തശ്ശിയുടെയും മുഖത്ത് അങ്ങനെയൊരു സങ്കടം ഉണ്ടായിരുന്നില്ല എന്നാണ് ചില നാട്ടുകാർ നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് വീട്ടിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു നേരത്തെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ആണോ ഇങ്ങനെയൊരു കൊല നടത്തിയത് എന്ന കാര്യത്തിലേക്കാണ് പോലീസ് അന്വേഷണം നീക്കിയത്. അതിന് ഏറ്റവും പ്രധാനമായും പോലീസിന് പുറത്തുനിന്നാരും വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉറപ്പിക്കാനുള്ള CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ വീട്ടിനകത്തു നിന്നാണ് കൊലയാളി ഉള്ളത് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് ഇവരെ തുടർച്ചയായി ചോദ്യം ചെയ്തത്. മണിക്കൂറുകൾ എടുത്ത് ചോദ്യം ചെയ്തപ്പോഴും വൈരുദ്ധ്യങ്ങൾ അടങ്ങുന്ന മൊഴികളാണ് ഓരോ നിമിഷവും പ്രതികളെന്നല്ല ഈ വീട്ടുകാർ നൽകിക്കൊണ്ടിരുന്നത്. അതിനുശേഷം രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് മറിച്ചും തിരിച്ചും ഒക്കെയുള്ള ചോദ്യം ചെയ്യൽ നടത്തുകയും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്തപ്പോഴാണ് താനാണ് കുറ്റം ചെയ്തത്, താൻ കിണറ്റിലേക്ക് കുട്ടിയെ വലിച്ചെറിയുകയായിരുന്നു എന്ന കാര്യം പ്രതി സമ്മതിക്കുന്നത്, ഹരികുമാർ സമ്മതിക്കുന്നത്. പക്ഷേ അതിൽ എന്താണ് കാരണം എന്നുള്ളതാണ്. ഒരു ചെറിയ കുട്ടിയെ ഇങ്ങനെ എടുത്ത് കിണറ്റിലേക്ക് ഇടാൻ പാകത്തിൽ ഈ വീട്ടുകാർ തമ്മിൽ ഇവരൊന്നും ഈ ശ്രീതുവും അതുപോലെ തന്നെ ഹരികുമാറും തമ്മിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും അറിയില്ല. ഭർത്താവുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ നേരത്തെ നൽകിയ മൊഴി. ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായി ചിലർ വീട്ടിൽ വന്ന് പണം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു കൂട്ട ആത്മഹത്യയിലേക്കൊക്കെ പോകാനുള്ള കാരണമായി മാറുകയായിരുന്നു ചെയ്യുക. പക്ഷേ ഈ കുട്ടിയെ മാത്രം എന്തിന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോഴും ദുരൂഹമായി തുടരുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ഒരു വ്യക്തതയാണ് ഇനി വേണ്ടത്. കുട്ടി കൊല്ലപ്പെട്ടതാണ് എന്ന കാര്യം നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഒപ്പം തന്നെ വീട്ടിലുള്ള ഒരാളാണ് ആ കൊലപാതകം നടത്തിയത് എന്ന കാര്യവും പോലീസിന് ഉറപ്പുണ്ടായിരുന്നു. അതാണ് മറ്റൊരു സ്ഥലത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാതെ പോലീസ് ഈ വീട്ടിനകത്തുള്ള ആളുകളിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക്, അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഒക്കെ കടന്നതും അത് തുടർന്ന് കൊണ്ടുപോയതും. അതിനിടയിലാണ് ഇപ്പോൾ ഈ കുറ്റസമ്മതം നടക്കുന്നത്. എന്തിനു വേണ്ടി ഇത്രയും 2.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ, നാട്ടുകാർക്കൊക്കെ വളരെ സ്നേഹമുള്ള, അവരോടെല്ലാം കളിച്ച് ചിരിച്ച് കാണിക്കുന്ന ഒരു കുട്ടിയെ ഇങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അറിയേണ്ടത്. അതിലെ ദുരൂഹതയാണ് ഇനി നീങ്ങേണ്ടത്. അതിനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതിലുള്ള ദുരൂഹത നീക്കാൻ കഴിയും എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവരെ മാറിയും ഒറ്റയ്ക്കിരുത്തിയും ഒപ്പം തന്നെ ഒരുമിച്ചിരുത്തിയും ഉള്ള ചോദ്യം ചെയ്യലുകളിൽ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പോലീസിൻ്റെ ഭാഗത്തുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നടത്താനായുള്ള വാർത്താ സമ്മേളനം നടക്കുക. ഒപ്പം തന്നെ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡിവൈഎസ്പിക്ക് തോന്നിയ സംശയമാണ് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂചിപ്പിച്ചതുപോലെ പോലീസ് കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് ആ ശ്രമം നടത്തുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യം ഉറപ്പിച്ച് തന്നെയായിരുന്നു അന്വേഷണം വ്യാപിപ്പിച്ചത്. അതിനിടയിലാണ് പരിശോധന നടത്തുന്നതിനിടയിൽ ഇങ്ങനെ കിണറിൻ്റെ അടച്ചിട്ട ഭാഗം ഒരു ഭാഗത്തേക്ക് നീങ്ങിയതായി കണ്ടെത്തുകയും അവിടെ പരിശോധന നടത്താൻ ഡിവൈഎസ്പി ആവശ്യപ്പെടുകയും ചെയ്തത്. ആ പരിശോധനയിലാണ്, ഫയർഫോഴ്സിനെ വിളിച്ചുള്ള പരിശോധനയിലാണ് കുട്ടി കിണറിന്
വീട്ടിനകത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തുകയും കുട്ടിയെ പുറത്തെടുക്കുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം വീട്ടിനകത്തുള്ള ആളുകൾ ആരെങ്കിലും ഒരാൾ തന്നെയാകും പ്രതി എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ആ അന്വേഷണം, ആ മൊഴിയെടുപ്പ് ഒക്കെ പൂർത്തീകരിക്കുന്നതിന് ഇടയിലാണ്, നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് നിലവിൽ ഇത്തരത്തിൽ പ്രതി സമഗ്രമായ വിശദാംശങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. കാരണം നമുക്കറിയേണ്ടത് ആ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്. ഒരു 2.5 വയസ്സ് മാത്രമുള്ളൊരു പാവം കുഞ്ഞിൻ്റെ ജീവൻ എടുത്തിട്ട് ഇവർക്ക് എന്താണ് നേട്ടം? അതാണ് നമുക്കറിയേണ്ടത്. കാരണം എത്ര സങ്കടത്തോടെയാണ് ഇന്ന് രാവിലെ മുതൽ ആ വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ കാണുന്ന ഓരോ മനുഷ്യനും സങ്കടം വരികയാണ്. ഇത്രമാത്രം ജീവിതം എന്താണെന്ന് അറിയുക പോലും ഇല്ലാത്തൊരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തിട്ട് എന്ത് നേട്ടമാണ് ഇവർക്കൊക്കെ ഉണ്ടായതെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്താണെന്ന് അറിയണം. കൊല നടത്തിയതിൻ്റെ മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നറിയണം. ഇനി മറ്റാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ കൊലക്കുറ്റം ഏറ്റെടുത്തത് എന്നൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക്, ദുരൂഹതകൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് തന്നെയാണ് നമുക്കറിയാനുള്ളത്.